ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്റ്റാർ ഹെൽത്ത്. സ്റ്റാർ ഹെൽത്തില് നമ്മൾ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം എന്താണ് കമ്പനി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു ഒരു വിത്ത് നടുമ്പോൾ അത് ചെടിയായി മാറാൻ വേണ്ടി നമ്മൾ ഏത് മണ്ണിലാണ് അത് നടുന്നത്, ആ മണ്ണ് വളക്കൂറുള്ളതാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കും. എന്ന് പറയുന്നത് പോലെ നമ്മൾ നിൽക്കുന്ന ഇടം ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് എത്രത്തോളം വളക്കൂറുള്ളതാണ് എന്നതിനനുസരിച്ചാണ് നമുക്ക് ആ കമ്പനിയിൽ നിന്ന് ജോലി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം നേടാൻ കഴിയും. അല്ലെ? ഒരു ആ, പറവയെ, ഒരു പക്ഷിക്ക് എപ്പോഴും അതിന്റെ ചിറകിലാണ് വിശ്വാസം. അത് നിൽക്കുന്ന കൊമ്പിലല്ല. ഒരുപക്ഷെ നിൽക്കുന്ന കൊമ്പ് ഒരു മുറിഞ്ഞു പോയി കഴിഞ്ഞാലും ആ പറവയ്ക്ക് പറന്നു പോകാൻ കഴിയും, അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളൊരു ധൈര്യം കിട്ടുന്നത് പോലെ നമ്മൾ ഏത് കമ്പനിയിലാണ് നിൽക്കുന്നത്, ആ കമ്പനിയുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്, ആ കമ്പനി ഇതുവരെ പ്രവർത്തിച്ചു വരുന്ന രീതി എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. മാങ്ങയുള്ള മാവിലാണ് കല്ലെറിയുക എന്ന് നമ്മൾ പറയും, അല്ലെ? അല്ലാതെ വെറുതെ നമ്മളാരും എവിടേക്കെങ്കിലും എറിയില്ല. മാങ്ങ കിട്ടാൻ വേണ്ടി കൊലകൾ നിറഞ്ഞു നിൽക്കുന്ന മാവിലേക്കായിരിക്കും എറിയുക എന്ന് പറയുന്നത് പോലെ നമ്മുടെ കമ്പനിക്കെതിരെ ചെറിയ ചെറിയ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കാൻ കഴിയും. അത് നമുക്കറിയാം. ഇന്നത്തെ ഒരു കാലഘട്ടം, ഒരു ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഒരു വിമർശനം ഉണ്ടാവും. എന്ത് കാര്യം ചെയ്താലും അതിന് രണ്ട് പക്ഷം ഉണ്ടാവും, അല്ലെ? പഴമക്കാർ പറയുന്നത് പോലെ അമ്മയെ തല്ലിയ രണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ നമ്മൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാലും അതിനെ നല്ല രീതിയിലും അതിനെതിരായും ചിന്തിക്കുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ സ്വാഭാവികമാണ്. അത് അത്രത്തോളമാണെന്നും അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ കമ്പനി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പം അതിലേക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്താണ് സ്റ്റാർ ഹെൽത്തിന്റെ കോർ വാല്യൂ? കസ്റ്റമർ സെൻട്രിസിറ്റി, ഇന്നൊവേഷൻ, ട്രാൻസ്പെറൻസി. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും മുന്നോട്ട് വെക്കുന്ന കാര്യം. അതായത് കസ്റ്റമർക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, കാരണം ഒരു കമ്പനി നിലനിന്ന് പോകുന്നത് എപ്പോഴും അതിന്റെ കസ്റ്റമറെ ആശ്രയിച്ചാണ്. ഏകദേശം 18 കോടിയിനടുത്ത് ലൈവ്സ് നമ്മൾ ഇതുവരെ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പനി തുടങ്ങിയത് മുതൽ 2006 സ്റ്റാർ ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്, അല്ലെ? ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായിട്ട് വളരാൻ സ്റ്റാർ ഹെൽത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഏറ്റവും അട്രാക്റ്റീവായ രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഈ അടുത്ത് ചെന്നൈയിൽ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നോവേറ്റീവായ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർ ഹെൽത്ത് ചെയ്യുന്നുണ്ട്. അത് ഈ പ്രസന്റേഷനിൽ നമുക്ക് കാണാൻ കഴിയും. AI ബേസ്ഡ് ആയ ഫേസ് സ്കാൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ അടുത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ട്രാൻസ്പെറൻസി, നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ആയി കഴിഞ്ഞാലും ഏതും നമുക്ക് കസ്റ്റമർക്കാണെങ്കിലും നമ്മുടെ അസോസിയേറ്റ്സിനാണെങ്കിലും എല്ലാവർക്കും ആ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യാൻ കമ്പനി എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരു കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഒരു മിനിറ്റിൽ സ്റ്റാർ ഹെൽത്ത് 4 ക്ലെയിമുകളെങ്കിലും സെറ്റിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ 5000-ലധികം ക്ലെയിമുകളാണ് സെറ്റിൽ ചെയ്യുന്നത്. ഇതിൽ 88% ക്യാഷ്ലെസ് ക്ലെയിമുകളാണ്. എന്താണ് ക്യാഷ്ലെസ്, എന്താണ് റീഇംബേഴ്സ്മെന്റ്? ക്യാഷ്ലെസ് ക്ലെയിമുകൾ എന്ന് പറഞ്ഞാൽ കമ്പനിയുമായിട്ട് ധാരണയായ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ അത് അല്ലെങ്കിൽ പോളിസി ഹോൾഡർ പണം അടയ്ക്കാതെ ചെയ്യുന്നതാണ് ക്യാഷ്ലെസ്.
ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് 71%. അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ ക്യാഷ്ലെസ് 88%. 1 കോടിയിലധികം ക്ലെയിമുകൾ, കൃത്യമായി പറഞ്ഞാൽ 1,20,00,000 ക്ലെയിമുകൾ നമ്മൾ ഇതുവരെ സെറ്റിൽ ചെയ്തു, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അത് ഓൾമോസ്റ്റ് 44,000 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചത്. ഇത്രയും നമ്മുടെ പോളിസി ഹോൾഡേഴ്സിന് വേണ്ടി കമ്പനി ഹോസ്പിറ്റലിന് കൊടുത്ത തുകയാണ്. 17.5 കോടിയിലധികം ജീവനുകളാണ് നമ്മൾ ഇൻഷുർ ചെയ്തത്. പിന്നെ നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? 85% റീറ്റെയിൽ പോളിസിയാണ്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് കൺസൾട്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അസോസിയേറ്റ്സ് ആയ നിങ്ങളിലൂടെയാണ് കമ്പനിക്ക് ഇതുവരെ ഉണ്ടാക്കിയ റവന്യൂവിന്റെ 85% ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഏജൻസി ഡ്രിവൺ കമ്പനിയാണ്. അവിടെയാണ് നമുക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ സാധ്യതയും. കമ്പനിയുടെ സ്ലോഗം ശ്രദ്ധിച്ചറിയാം, വി ലവ് ഏജൻസ്, വി വാണ്ട് ഏജൻസ് എന്നുള്ളതാണ്. അപ്പം ഏജൻസിനെ അത്രത്തോളം ചേർത്തു പിടിക്കുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഈ കമ്പനിയുടെ ഒരു ഓവറോൾ സ്ട്രെങ്ത് ആണ് 887 ബ്രാഞ്ച് ഓഫീസുകളുണ്ട്. അതല്ലാതെ ചെറിയ ഓഫീസുകൾ ഓരോ സ്ഥലത്തും, അത് 1150 മേലെ അതുപോലുള്ള ഓഫീസുകളുണ്ട്. 7 ലക്ഷത്തിന് മേലെ ഏജൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ ടെലികോളേഴ്സ് 2000 ടെലികോളേഴ്സ് നമുക്കുണ്ട്. പിന്നെ നമുക്ക് കോർപ്പറേറ്റ് ഏജൻസും ബാങ്കുകളായിട്ടുള്ള ബിസിനസ്സുകളും ഒക്കെ ഉണ്ട്. 18,000 എംപ്ലോയീസ് സ്റ്റാർ ഹെൽത്തിലുണ്ട്. അത്രത്തോളം വലിയൊരു എംപ്ലോയി സ്ട്രെങ്ത് ഉള്ള കമ്പനിയാണ്. ഓൾമോസ്റ്റ് 15,000 നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ ഉണ്ട്. ഓൾമോസ്റ്റ് 600 ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ. ഇവരാണ് നമ്മുടെ ഹോസ്പിറ്റലുമായുള്ള ക്ലെയിം സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഒരു അണ്ടർ റൈറ്റിംഗിന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു നിലവിൽ എന്തെങ്കിലും അസുഖമുള്ള ഒരാൾക്കാണ് അവർക്ക് പോളിസി കൊടുക്കണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഡോക്ടറാണ്. അതുപോലെ ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ വേണ്ട രീതിയിൽ തന്നെയാണോ ഇവർക്ക് ചികിത്സകൾ കൊടുക്കുന്നത്. അതേപോലെ നമുക്ക് ടെലിമെഡിസിൻ സർവീസുകളുണ്ട്, ഒപ്പീനിയൻ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ചെയ്യുന്നത് ഈ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ സഹായത്തോടെയാണ്. പിന്നെ മാർക്കറ്റ് ലീഡർഷിപ്പ്, മാർക്കറ്റിലെ സ്റ്റാർ ഹെൽത്തിന്റെ പൊസിഷൻ എവിടെയാണ്? റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ 33.1% ആണ് സ്റ്റാർ ഹെൽത്തിന്റെ മാർക്കറ്റ് ഷെയർ. അതായത് ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെയും വെച്ച് നോക്കുകയാണെങ്കിൽ, റീറ്റെയിൽ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ അതിന്റെ 33% സ്റ്റാർ ഹെൽത്ത് ആണ് ലീഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളതാണ് ബാക്കി 40ഓളം കമ്പനികൾ ഷെയർ ചെയ്യുന്നത്. അപ്പം ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന, ഏറ്റവും ബ്രാൻഡിങ് ആയിട്ട് നിൽക്കുന്ന 18 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ് നമ്മളുടേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. പിന്നെ അതിന്റെ ഒരു റാങ്കിങ് ആണ്. സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് പൊസിഷനിൽ റാങ്ക് 1 ആണ്. നമ്മളാണ് ഏറ്റവും ലീഡിങ്. അതേപോലെ റീറ്റെയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിലും നമ്മളാണ് പ്രീമിയത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും വോളിയം ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഓവറോൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, അതായത് നമ്മുടെ റീറ്റെയിലും കോർപ്പറേറ്റും ഗ്രൂപ്പും അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് നോക്കുമ്പോഴും നമ്മൾ റാങ്ക് 2ലാണ്. പിന്നെ റാങ്ക് 7 അമംഗ്സ്റ്റ് ഓൾ നോൺ ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, നോൺ ലൈഫ് ആയ എല്ലാ ഇൻഷുറൻസിലും നമ്മുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ റാങ്ക് 7ലാണ് നിൽക്കുന്നത്. പിന്നെ ഓവറോൾ ഹെൽത്ത് ഇൻഷുറൻസിൽ നമ്മുടെ മാർക്കറ്റ് ഷെയർ 46.5% ആണ്. ഓൾമോസ്റ്റ് ഹാഫ് മാർക്കറ്റ് ഷെയറും സ്റ്റാർ ഹെൽത്തിനാണ്. ഇനി കമ്പനിയുടെ ഒരു വളർച്ചയും കമ്പനിയുടെ ഒരു പ്രൊജക്ഷനുമാണ്. നമ്മുടെ സ്ക്രീനിൽ ചെറുതായിട്ട് കാണുന്നത് നമ്മുടെ കമ്പനിയുടെ CEO ആണ്, മിസ്റ്റർ ആനന്ദ് റോയ്.
അദ്ദേഹം നടത്തിയ ഒരു പ്രസന്റേഷന്റെ ചെറിയ ഒരു സ്നാപ്ഷോട്ട് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം 2006-ലാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന ബിസിനസ് ഒക്കെ നമ്മൾ ചെയ്ത് പോയ ബിസിനസ് ആണ്. 22 കോടിയിൽ നിന്നും നമ്മൾ 12,951 വരെ നമ്മൾ എത്തി. ഇനിയുള്ള 4 വർഷം കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത് 30,000 crore ആണ്. അതായത് ഇതുവരെ ചെയ്തതിന്റെ ഡബിൾ ആണ് ഇനി വരുന്ന 4 വർഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സാധ്യത നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ ചെറിയൊരു പോപ്പുലേഷൻ മാത്രമാണ് അപ്രോപ്രിയേറ്റ് ആയി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവർ. ഈ അടുത്ത് IRDA, അതായത് മൊത്തം ഇന്ത്യയുടെ ഒരു ഇൻഷുറൻസ് റെഗുലേറ്ററി ബോഡി എന്ന് നമ്മൾ പറയുന്ന IRDAയുടെ ചെയർമാന്റെ ഒരു വിഷൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2047 ആവുമ്പോഴേക്കും 99% ആൾക്കാരും അപ്രോപ്രിയേറ്റ് ആയ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവരായി മാറണം എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിനനുസരിച്ചുള്ള വലിയ മാറ്റങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതൊക്കെ സംഭവിക്കാൻ പോകുന്നത് നമ്മളിലൂടെയാണ്. നമ്മൾ എത്രത്തോളം ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, അവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, അത്രത്തോളം ഒരു ഒരു സോഷ്യൽ ഹെൽപ്പ് പ്ലസ് ഒരു കൊമേഴ്ഷ്യൽ ഒരു ബിസിനസ് കൂടിയാണ്. എന്തായാലും യഥാർത്ഥത്തിൽ ഇതൊരു ബിസിനസ് ആണ്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്, ഒരു സോഷ്യൽ സർവീസ് ആണ്, അല്ലെങ്കിൽ ഒരു സഹായമാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഈ പണം പ്രീമിയം അടച്ചു പോകാൻ കഴിയുന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഇത് മാറും. പിന്നെ കമ്പനി എപ്പോഴും ഒരു വെൽനെസ് പ്രൊമോട്ട് ചെയ്യുന്ന ഇൽനെസ് ടു വെൽനെസ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ ആധികാരികമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനി കൂടിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകളൊക്കെ കമ്പനി നടത്തി വരാറുണ്ട്. അതിനുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ടെലിമെഡിസിൻ സർവീസുകൾ ഉണ്ട്, വെൽനസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്, ഹോം ഹെൽത്ത് കെയർ ഉണ്ട്. അതായത് വീട്ടിൽ പോയിട്ട് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു 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 മിനി ICU അല്ലെങ്കിൽ ഒരു മിനി ഹോസ്പിറ്റൽ സർവീസ്, ഒരു വാനിൽ മൊബൈൽ സർവീസുകൾ ചെയ്യാറുണ്ട്. വാനിലൂടെ ഡോക്ടറും നഴ്സും ഒക്കെ വീട്ടിൽ പോയിട്ട് ചികിത്സിക്കാനുള്ള സൗകര്യം ആയി വരുന്നു. ഒരുപാട് നഗരങ്ങളിലായി. ഇനിയും കേരളത്തിലേക്ക് വലിയ രീതിയിൽ അത് വരാനിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇന്നോവേറ്റീവ് ആയ ഒരു നമ്മുടെ വൈറ്റൽസ് മെഷർ ചെയ്യാനുള്ള ഫേസ് സ്കാൻ സംവിധാനം കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമർക്ക് എല്ലാവർക്കും നമ്മളത് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കസ്റ്റമർക്ക് എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ വഴി ഫ്രീ ആയിട്ട് നമ്മുടെ BP, അതേപോലെ SpO2, ഇങ്ങനെയുള്ള നമ്മുടെ ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നു. ഓൾറെഡി ഒരുപാട് പേര് ഇതിന്റെ ഒരു സൗകര്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ക്ലെയിംസ് മാനേജ്മെന്റ്, കാരണം ഒരു കമ്പനി നിലനിൽക്കുന്നത്, പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു പോളിസി എടുത്ത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ആൾക്ക് ക്ലെയിം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു 10,000 രൂപ കൊടുത്ത് ഒരു ഇൻഡിവിജ്വൽ ഒരു പോളിസി എടുത്തതായിരിക്കും. ആൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിന്റെ പോളിസി എടുത്ത ആൾക്ക് 10,000 രൂപ കൊണ്ട് ചിലപ്പോൾ ഒരു 5-6 ലക്ഷം രൂപ ആ ഒരു ആക്സിഡന്റിൽ തന്നെ ചിലപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് കോസ്റ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ക്ലെയിം സെറ്റിൽമെന്റ് എന്നുള്ളത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ 10 കസ്റ്റമറെ നമുക്ക് അതിലൂടെ കിട്ടുമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. 1 കോടിയിലധികം ക്ലെയിം സെറ്റിൽ ചെയ്ത ഒരു കമ്പനിയും നമ്മുടെ ഇന്ത്യയിലില്ല. അതാണ് സ്റ്റാർ ഹെൽത്തിന്റെ കസ്റ്റമർ സ്ട്രെങ്ത്. അതിനുവേണ്ടി കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ കൊടുത്തത് 8,913 കോടി രൂപയാണ് ക്ലെയിമിന് മാത്രമായിട്ട് കമ്പനി ചെലവാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ 4 ക്ലെയിമാണ് ഓരോ മിനിറ്റിലും അപ്രൂവ് ചെയ്യുന്നത്. ഏകദേശം 25 കോടി രൂപയാണ് ഒരു ദിവസം നമുക്ക് ക്ലെയിമിന് മാത്രമായിട്ട് ചെലവഴിക്കേണ്ടി വരുന്നത്.
പിന്നെ നമ്മളൊരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ TPA കമ്പനിക്കില്ല. സ്റ്റാർ ഹെൽത്ത് കമ്പനി നേരിട്ടാണ് ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ, വളരെ വേഗത്തിൽ 1.5-2 മണിക്കൂർ കൊണ്ട് ഒരു ക്ലെയിം സെറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം. അതും വൈകുന്നേരം 4 മണിക്ക് മുന്നേ ഒക്കെ ആയിട്ട് ഡിസ്ചാർജ് ആവുന്നു. അതിന് മുന്നേ ആയിട്ട് കംപ്ലീറ്റ് ഫൈനൽ ബില്ല് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ ടോക്ക് ടു സ്റ്റാർ, നമുക്ക് കമ്പനിയോട് ഒരു സെക്കൻഡ് ഒപ്പീനിയനും ഡോക്ടേഴ്സിനൊക്കെ ചോദിക്കാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. പിന്നെ സ്റ്റാർ ഹെൽത്ത് ആപ്പ് ഒരു 5 മില്യൺ ഡൗൺലോഡ്സ് ഇതുവരെ നടന്നിട്ടുണ്ട്. ഫേസ് സ്കാൻ ഏകദേശം 1,00,000 ഫേസ് സ്കാൻ നടന്നിട്ടുണ്ട്. IRDA ഒക്കെ ആയിട്ട് അനുബന്ധിച്ച് ഒരുപാട് ഇനീഷ്യേറ്റീവ് കമ്പനി എടുത്തിട്ടുണ്ട്. പിന്നെ കമ്പനി ഇൻക്ലൂസീവ് ആയിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യമായിട്ട് സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി, ഒരു ഇൻഷുറൻസ് പ്ലാൻ ലോഞ്ച് ചെയ്തത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അത് IRDA കമ്പൽസറി ആക്കുന്നതിന് എത്രയോ കാലം മുന്നേ സീനിയർ സിറ്റിസൺ ആയിട്ട് വേണ്ടി മാത്രം. കാരണം അവരിൽ നിന്ന് ഒരു 5% ബിസിനസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ റൂറൽ പ്രൊഡക്ട്സ്, റൂറൽ ഏരിയയിലുള്ളവർക്ക് ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. വുമൻസ് കെയർ, വുമൻസിനായിട്ട് ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട്. 40 വയസ്സ് താഴെയുള്ളവർക്കുള്ള യങ് സ്റ്റാർ പോലുള്ള പ്ലാനുകൾ ഉണ്ട്. പിന്നെ ഡയബറ്റിക് വന്നവർക്ക്, ക്യാൻസർ വന്നവർക്ക്, കാർഡിയാക് ഹാർട്ട് റിലേറ്റഡ് അസുഖം വന്നവർക്ക്, ഓട്ടിസം വന്നവർക്ക്, ഇവർക്കൊക്കെ നമ്മൾ സ്റ്റാർ ഹെൽത്ത് പോളിസി കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ റോൾ മോഡലായിട്ട് പ്രവർത്തിക്കാൻ സ്റ്റാർ ഹെൽത്തിന് കഴിയുന്നത്. പിന്നെ മോഡേൺ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കവർ ചെയ്യുന്ന ആയുർവേദിക്, യുനാനി, അതേ രീതിയിലുള്ള ചികിത്സാ രീതികളൊക്കെ കവർ ചെയ്യുന്ന പോളിസികളാണ് നമുക്കുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ വന്നു നിൽക്കുന്ന ഇടം ഏറ്റവും നല്ല സ്ഥലത്താണ് വന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്ത് കമ്പനിയോടുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഒരു ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബാക്കി നിങ്ങളുടേതായ രീതിയിലുള്ള പഠനങ്ങൾ നടത്താം. ഇതേപോലെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. തൽക്കാലം ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നമുക്കൊന്ന് ഒരാളോട് പറയാൻ, നോളജ് ഈസ് പവർ, ആ പവർ എപ്പോഴും ഒരു ചൂസ് ചെയ്യാനുള്ള ഒരു പവർ ആയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ കസ്റ്റമർക്ക് കൊണ്ട് വാങ്ങിപ്പിക്കാൻ, നമ്മൾ വിൽക്കലല്ല ഒരിക്കലും ഒരു പോളിസി, കസ്റ്റമർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ഈ നോളജ് സഹായിക്കും. താങ്ക് യു സോ മച്ച്.